കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് മന്ത്രി വി എൻ വാസവൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകും. 50,000 രൂപയുടെ അടിയന്തര സഹായം കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപകടം നടന്ന കെട്ടിടത്തിൽ ആളുകളില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതെന്നും അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ബിന്ദുവിന്റെ മകളുടെ ചികിത്സ ഉറപ്പാക്കാനുള്ള സഹായം ചെയ്യുമെന്നും കുട്ടിയുടെ ഭാവി സംബന്ധമായ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ ബന്ധുക്കളുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷം ഞാൻ അന്നേരം ഒരു കാര്യം ആലങ്കാരികമായിട്ടാണ് പറഞ്ഞു, ഈ പുരയ്ക്ക് പിടിക്കുമ്പോൾ വാഴ വെട്ടരുതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപകടം ഉണ്ടായ അപകട ദുരന്തത്തിന്റെ അടുത്ത് നമ്മളെല്ലാം നിങ്ങളടക്കം സഹായിക്കാറുണ്ട്. മാധ്യമങ്ങളടക്കം വന്ന് എങ്ങനെയാ ആ രക്ഷാദൌത്യം ഗംഭീരമായി അവർക്ക് ഭാവിയിൽ എന്തെല്ലാം ചെയ്തുകൊണ്ട് സഹായിക്കാം. സംഭവിച്ചതും സംഭവിക്കാതിരിക്കണമെന്ന് പിന്നെ പറയാൻ പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അത് കൃത്യമായുള്ള ഇടപെടൽ നടത്തി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു വീഴ്ചയും വരാതെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എത്തിക്കണോ ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു. കാര്യം കൃത്യമായി നടത്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർഡർ കൊടുത്തിട്ടാണ് ഇന്നലെ വൈകിട്ട് അത് നടത്തിയിട്ടുള്ളത്. കൃത്യമായി അത് പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നിപ്പോൾ സംസ്കാരം കഴിഞ്ഞു. ഇന്ന് വീണ്ടും അവരുമായി സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അത് കേട്ട് ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ സംശയമാണ്.